ജനനായകൻ അവസാനമായിട്ട് തലപതിയെ സ്ക്രീനിൽ കാണാനുള്ളൊരു പടമാണ്. പുള്ളി ഇപ്പം എന്തിനാണ് പടം നിർത്തുന്നത്? സിനിമയായാലും പടമൊക്കെ ചെയ്യാമല്ലോ അല്ലേ? പിന്നെ ഈ പടത്തിനെക്കുറിച്ച് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, വിജയ് ഫാൻസ് എന്തായാലും ഈ പടം കാണുമെന്നറിയാം. നോർമൽ സാധാരണ ആൾക്കാർ ഈ പടം കാണണമെന്ന് ചോദിച്ചാൽ പടം ആവറേജാണ്. ആവറേജ് ഓർ ബിലോ ആവറേജ് സെഗ്മെൻറ്റിൽ വരും. പിന്നെ പുള്ളി എങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ കാണാം എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റ് ഫഹദ് ഫേസിരി അതേ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചത്, പുള്ളി ഈ ഭഗവന്ത് കേസരി എടുക്കുന്നതിന് പകരം ഡാക്കു മഹാരാജ് റീമേക്ക് ചെയ്തുകൂടിയിരുന്നു. അതൊരു എന്നോ പടം, അത് വിജയ്ക്ക് സെറ്റായിട്ട് ചേരുകയും ചെയ്യുമായിരുന്നു. അത് പൊളി പടം കേട്ടോ. പറ്റുന്നവരെല്ലാം കണ്ടുപോകാം ഡാക്കു മഹാരാജ്. ബാലയ്യയുടെ പടമാണ്. ഒരു ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞാൽ ബാലയ്യ യൂണിവേഴ്സിലുള്ള മറ്റേ പന്തടി അടിച്ച് ഇങ്ങനെ പന്തിറങ്ങി തിരിച്ചു വരുന്ന യൂണിവേഴ്സിലുള്ളൊരു പടമാണ്. അന്ന് എനിക്കിഷ്ടമല്ല, ഞാൻ ഒരു കണ്ടതാണ് ചെല്ലുങ്ക്. അപ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു. വിജയുടെ ലാസ്റ്റ് പടമായതുകൊണ്ട് അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളത് കൊണ്ടും ഞാൻ ഇപ്പോൾ പോയി കണ്ടതാണ്. അപ്പോൾ വിജയ് ഫാൻസ് എല്ലാം ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഇത് വരുന്നുണ്ട്. പുള്ളിയുടെ പഴയ പടങ്ങളുടെ എല്ലാം മാഷപ്പൊക്കെ ആയിട്ട് ഒരു ഇനിയൊരു വിജയ് പടം ഇല്ല. ഫസ്റ്റ് ഷോ അങ്ങനെ ഒന്നുമില്ല, ഫാൻ ഷോ ഒന്നുമില്ല. ഇതാണ് ഇനി വല്ല റിലീസ് വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിജയുടെ പടങ്ങൾ ഇഷ്ടമുള്ളവർ, വിജയുടെ പടം കാണാൻ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും പോയി കാണുക, എൻജോയ് ആക്കുക. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട. ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് മാത്രം. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.